ശാസ്ത്രം വികസിക്കാത്ത കാലങ്ങളിൽ താൻ അറിയുന്ന ദിവസം വരെ തൻ്റെ മകളുടെ അല്ലെങ്കിൽ മരുമകളുടെ വസ്ത്രം അമ്മയെ നനയ്ക്കുള്ളായിരുന്നു. ഒരു വസ്ത്രം നനച്ചാൽ അതിൽ നിന്ന് തൻ്റെ മകൾ ഗർഭസ്ഥയായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരമ്മ. അന്ന് കടവുകളിലൊക്കെയാണ് നനച്ചിട്ടുള്ളത്. അന്ന് അമ്മയുടെ കൂടെ പോയിട്ടുള്ള കാലത്തെ കുട്ടിത്തം നിങ്ങളിൽ മറക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ഉണ്ടെങ്കിൽ അന്ന് ചർച്ച ചെയ്തത് ഇപ്പം ഞാൻ പറയുമ്പോൾ പുനസ്മരണ വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൂടിയിരുന്ന് തമാശ പറയുന്നത്. അത്ര നിയാമകമായൊരു കാലം. വ്യക്തിക്കല്ലാതെ ധർമ്മത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന കാലം. ധർമ്മത്തിനും സത്യത്തിനും പ്രാധാന്യം വരുമ്പോൾ മകൻ അനേകം ദുർനടപടികളിലൂടെ പോയിരുന്നുവോ? മകൻ വിവാഹം കഴിച്ചവൾ സ്വേച്ഛാചാരിയായി നടന്നിട്ട് മകൻ്റെ കൂടെ വന്നതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ ഒരു നനയെ അവർ ഉപയോഗിച്ചിരുന്നു. അതിനെ ആസ്പദമാക്കി 56 ദിവസങ്ങളിലേക്ക് പഥ്യവും ആഹാരവും കാര്യങ്ങളും നോക്കുമ്പോൾ 20, 12, 32 മൈറ്റോസിസ് നടക്കുന്നിടത്ത് ബയോക്ലോക്കിന്റെ സൈറ്റോക്രോമിന്റെ തലം അവർ കണ്ടെത്തിയിരുന്നു. ഓരോ ക്രമഭംഗവും കോശത്തിന്റെ ഓരോ വളർച്ചയും അവർ സൂക്ഷിച്ചു നോക്കിയിരുന്നു. ഫെർട്ടിലൈസേഷൻ, ബർത്ത്, ഗ്രോത്ത്, സെനസൻസ് ആൻഡ് ഡെത്ത് എന്ന വിഭൂതികളുടെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം കോശവികാസത്തിന്റെ മർമ്മരങ്ങൾ അവർ കേട്ടിരുന്നു. അനിയന്ത്രിതമായ ഏതെങ്കിലും ഒരു കോശം ഇതര കോശവുമായുള്ള സംവേദനം വെടിയുകയോ ഇതര കോശത്തിന്റെ ഉത്കർഷത്തെ കാണാതിരിക്കുകയോ ഇതര കോശവുമായി ഏറ്റുമുട്ടുകയോ കോശബന്ധം കോശവിരക്തിയിലേക്ക് മാറുകയോ ചെയ്താൽ അതിന്റെ മർമ്മരത്തിൽ നിന്ന് വരാനിരിക്കുന്ന രോഗങ്ങളുടെയും ദോഷവ്യാപാരങ്ങളുടെയും അന്തർഭാവം അവരറിഞ്ഞിരുന്നു. അത് പ്രാണനെയും കോശങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങളുടെ നാട്ടിലെ ഒരു വിവരവുമില്ലാത്ത സ്ത്രീകൾ എന്ന് നിങ്ങൾ വിളിച്ചവർ വരെ അറിഞ്ഞിരുന്നു. പഠിപ്പും പത്രാസുമായി ഉയർന്ന ഉപ്പൂറ്റി ഉള്ള ചെരുപ്പും വാനിറ്റി ബാഗും ഒക്കെയായി നിങ്ങൾ നീങ്ങുമ്പോൾ അനേക തലങ്ങൾ നിങ്ങൾ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടുവെങ്കിലും നിങ്ങളുടെ അറിവിശുദ്ധ ശൂന്യമായി തീർന്നു. അതുകൊണ്ട് ഇന്നലെ വരെ നിശബ്ദമായി നിങ്ങളുടെ വീടുകളിൽ പുരുഷന്മാരെ ചൊൽപ്പടിക്ക് നിർത്തി മേയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളെ എഴുന്നള്ളിക്കിച്ച് മേയ്ക്കുവാൻ ആഡംബരപ്രിയരായ പുരുഷന്മാർക്ക് ഇന്ന് കഴിയുന്നു എന്നത് വ്യതിയാനമാണ്. എന്താ ചിരിക്കുന്നേ? നുണ പറഞ്ഞോ? അധ്യാപികയല്ലേ? കുട്ടികളുടെയും ചുറ്റുപാടുകളുടെയും നോട്ടത്തിൽ am I right or wrong?
എൻ്റെ ശബ്ദം കേട്ട് പേടിച്ചിട്ട് പറയുന്നതല്ലല്ലോ. കാരണം ഇവരത് കഴിഞ്ഞ് പറയും സ്വാമി ഇങ്ങനെ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുള്ളൂ അതിൻ്റെ കൊണ്ടാണ്, അല്ലല്ലോ. സാമൂഹ്യ വ്യതിയാനം ഇതാണ്. ക്ലിയറായി? ആ സംശയം ക്ലിയറായി? ഞാൻ ഒരു സംശയത്തിനാണ് പറഞ്ഞത്. മനസ്സിൻ്റെ ഏറ്റവും മൂർത്തവും സൂക്ഷ്മവുമായ ആഹാരം പ്രാണനാണ്. മനസ്സെവിടുന്നാണ് പ്രാണനെ സ്വീകരിക്കുന്നത്? പ്രാണൻ വികാരങ്ങളോടുകൂടിയതോ മനസ്സിൻ്റെ അംശത്തോടു കൂടിയതോ പ്രാണൻ സ്വതന്ത്രമോ എന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന പ്രാണൻ സാമൂഹികമായി ദുഷിക്കുന്നത് കൊണ്ടാണോ സ്വീകരണി ദുഷിക്കുന്നത് കൊണ്ടാണോ പ്രാണൻ ദുഷിക്കുന്നത്? മനസ്സിനെ സ്വീകരണി ദുഷിച്ച് സ്വീകരിക്കുന്ന പ്രാണനാണോ ബാധിക്കുന്നത്? ചുറ്റുപാടുകൾ ദുഷിച്ച് സ്വീകരിക്കുന്ന പ്രാണനാണോ ബാധിക്കുന്നത്? പ്രാണനെ സ്വീകരിക്കുന്നത് നിങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ട പ്രാണനെയാണോ ഇതരന്മാർ വിട്ട പ്രാണനെയാണോ? വികലങ്ങളായ സങ്കല്പങ്ങളും വെറുപ്പും വിദ്വേഷവും വികലങ്ങളായ ആഹാര രീതികളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ശ്വസന പ്രക്രിയയിലെ എടുക്കുന്ന ശ്വാസം, ഇൻഹലേഷൻ, രേചകം എന്നാണോ? പൂരകം. പൂരകം അകത്തേക്കെടുത്തത് അത് നിങ്ങളിൽ രൂപാന്തരപ്പെട്ട് നിങ്ങളുടെ മനോമാലിന്യങ്ങളും ശരീരമാലിന്യങ്ങളും ശരീരത്തിലെ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ മുതലായവയിലെ സൂക്ഷ്മ മാലിന്യങ്ങളും കാർബൺ ഡയോക്സൈഡും ഒക്കെ വഹിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അതിനെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സസ്യജാലങ്ങൾ സ്വീകരിച്ച് ശുദ്ധീകരിച്ചു വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ വിശ്ലേഷണം ചെയ്ത് പ്രാണവായുവാക്കി സ്വതന്ത്രമാക്കി സൂര്യപ്രകാശത്തിൽ പുറത്തേക്ക് വിടുമ്പോൾ പൂഷാവായ സൂര്യൻ്റെയും അതിനെ പ്രാണവായുവാക്കി മാറ്റുന്ന സസ്യത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കാതെ അവയെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ ആ പുറത്തേക്ക് വിട്ട പ്രാണനെ അതിനെ തിരിച്ച് നിങ്ങളുടെ സ്വീകരണിയിലേക്ക് വീണ്ടും നിങ്ങളോ മറ്റൊരാളോ അതിൽ നിന്നൊരംശം സ്വീകരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വിശ്ലേഷണം ചെയ്യുകയല്ലാതെ അതിൽ നിങ്ങൾ കടത്തിവിട്ടിരിക്കുന്ന മനോമാലിന്യങ്ങളും സാരമാലിന്യങ്ങളും ആ പ്രാണനോടൊപ്പം നിൽക്കുമ്പോൾ അവയെ അരിച്ചു കളയുവാനുള്ള നിങ്ങളുടെ സംവിധാനം എന്താണ്? ശാസ്ത്രവും സാങ്കേതിക വിദ്യയോടിരിക്കട്ടെ. എൻ്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആയിരം മനുഷ്യരടങ്ങുന്ന ആയിരം ജീവജാലങ്ങളടങ്ങുന്ന സമൂഹത്തിൽ നിന്ന്, ആയിരം സസ്യങ്ങളുടെ രാത്രികളിൽ നിന്ന് ആയിരക്കണക്കിന് സാങ്കേതിക വിദ്യകൾ ഒരുക്കിയിറക്കിയ ഫാക്ടറികളിൽ നിന്ന് ഒപ്പം അകത്തേക്ക് വലിച്ചു സ്വീകരിച്ച പ്രാണവായുവിനെ മലീമസമാക്കി മനോമാലിന്യവും സാരമാലിന്യങ്ങളും നിറച്ച് ഇത് മുഴുവൻ താങ്ങാൻ കൽപ്പുള്ള ശേഷിയുള്ള അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിൽ നിന്നൊരംശം ശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വരുന്നതിനെ തിരിച്ചു സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരു വേളയിൽ ഏത് പ്രക്രിയയാണ്, ഏത് ഭാഗമാണ്,
ഏതരിപ്പയാണ് അതിനെ അവക്രമാക്കി സ്വീകരിക്കുവാൻ പര്യാപ്തമായി നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്? ഏത് സംസ്കാര കർമ്മത്തിലൂടെയാണ്, ഏത് സംസ്കൃത ചിത്തത്തിലൂടെയാണ്, ഏത് സംസ്കാരത്തിലൂടെയാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധമാക്കുവാൻ, പ്രാണനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ സ്വീകരണികൾ വെമ്പൽ കൊള്ളുന്നത്? ഒരു നിമിഷം നിങ്ങളുടെ മൂക്കും വായും അടച്ചു പിടിച്ചാൽ മരണത്തിന്റെ വെപ്രാളം കാണിക്കുന്ന നിങ്ങൾ പ്രാണന് വേണ്ടി കേഴുമ്പോൾ ഏത് തരത്തിലാണ് പ്രാണനെ നിങ്ങൾ പ്രാണവഹ സ്രോതസ്സുകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? എന്റെ ഭ്രാന്ത് അന്വേഷണാത്മകമെങ്കിലുമാണോ? ഒരുപാട് ശാസ്ത്രം പഠിച്ചില്ലേ? ഒത്തിരി ഇക്വേഷൻ അറിയില്ലേ? എത്ര പേരുടെ മേളിൽ നിങ്ങൾ മക്കിട്ട് കയറിയിട്ടുണ്ട്? എത്രയായിരം ഗുസ്തികൾ നടത്തിയിട്ടുണ്ട്? ശ്വസിക്കുന്നൊരു പ്രാണനെ ശുദ്ധമാക്കി സ്വീകരിക്കാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട്? ഏതൊരു മനസ്സ് മലീമസമായി, ഏതൊരു സ്രോതസ്സുകളെ മലീമസമാക്കി, ഏത് പ്രാണവഹകളും മനോവഹകളും ദുഷിച്ച് പ്രാണനെ പുറത്തേക്ക് വിട്ടുവോ, ആ മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ കൊണ്ട് പ്രാണനും പ്രാണന്റെ ശുദ്ധീകരണം കൊണ്ട് മനസ്സും പരസ്പരം ശുദ്ധീകരിക്കപ്പെടുമെന്ന തത്വത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. ഒരേ അന്തരീക്ഷത്തിൽ നിന്ന് ഒരേ പ്രാണൻ ഓരോരുത്തരുടെയും അന്തരംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാണന്റെ ചലനങ്ങൾ ഉള്ളിലെത്തി ഓരോ നാളിയും അതിൻ്റെ ഓരോ അംശവും ഓരോ സാരത്തിനായി സ്വീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ആഹാരവുമായി സമാനനോടുമ്പോൾ പ്രാണന്റെ ശക്തിയും ഏറ്റുവാങ്ങി ഉദ്ഗാതാവായ ഉദാനൻ ഉരസിലൂടെ മുന്നേറുമ്പോൾ സ്ഥൂല മാലിന്യങ്ങളെ തള്ളാൻ, മൂത്രപുരീഷങ്ങളെ തള്ളാനവാനൻ ദത്തസിദ്ധനാകുമ്പോൾ വൈഷ്ണവീ ശക്തിയുടെ വൈപുല്യം പോലെ വ്യാപിച്ചിരിക്കുന്ന വ്യാനൻ ഹൃത് പത്മത്തിൽ നിന്ന് 101 നാഡികളും 100 വീതം ശാഖാനാഡികളും 72,000 പ്രതിശാഖാനാഡികളും നിറഞ്ഞ ശരീരകലനാ വൈചിത്ര്യത്തിന്റെ ചുറ്റും മേഞ്ഞ വലകളിലൂടെ വിശ്രമമില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രാണപ്രവാഹത്തിന്റെ ചലനാത്മകതയിൽ അല്പം ഒരു മാലിന്യത്തിന്റെ അംശം അരിച്ചു കളയാൻ കഴിയാതെ കടന്നുകൂടുമ്പോൾ, കോപിക്കുന്ന വ്യാനൻ സമ്മർദ്ദത്തിൽ ഏർപ്പെടുമ്പോൾ മസ്തുളങ്കമടിച്ച് തളർന്നു വീഴുന്ന മനുഷ്യൻ പ്രാണായതനത്തിന്റെ അത്യന്ത സൂക്ഷ്മലോകങ്ങളിലൂടെ മനസ്സിനെ പായിക്കുമ്പോഴാണ് സ്വന്തം ശരീരശാസ്ത്രവും സ്വന്തം വിഭൂതികളും തിരിച്ചറിയുന്നത്. ശവം വെട്ടിമുറിച്ചാൽ പ്രാണന്റെ ഈ കളിയൊന്നും കിട്ടൂല. പ്രാണന്റെ കളി കിട്ടാത്ത ശരീരാവയവങ്ങളുടെ സ്ഥാനമറിഞ്ഞിട്ട് കാര്യവുമില്ല.
പ്രാണനിരിക്കുമ്പോഴുള്ള സ്ഥാനങ്ങളായിരിക്കില്ല പ്രാണൻ പോകുമ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ. Am I right? ഇവിടെയാണ് ഏറ്റവും പ്രധാനമായ പ്രാണൻ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അജബ പ്രവാഹനിത്യമായ ഞാനിതാണ്, സോഹം. അനുസ്യൂതമായ മന്ത്രസ്വനം, അതിലേകഗ്രമായൊരു മനസ്സുമായി പ്രാണനെ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിച്ചു നോക്കൂ. അന്യൂനമായ ഏകാഗ്രതയുടെ, അനവദ്യസുന്ദരമായ സ്മൃതിശക്തിയുടെ, അത്യന്ത നിഷ്കപടമായ വാഗ്വൈഭവത്തിന്റെ അസാധാരണ ലോകങ്ങളിലേക്ക് മാനവൻ ഉയരുന്നത് അവിടെയാണ്. ജലദോഷം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരാ, പീനസ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരാ, സൈനസൈറ്റിസ്, നാസാർച്ചിസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരാ. ഹൃദയം പമ്പിങ് കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ശ്രദ്ധിച്ചാൽ പോരാ. എൻ്റെ കോശാന്തരങ്ങളുടെ ഹോമകുണ്ഡങ്ങളിൽ ഓരോ അംശത്തിലേക്കും അർപ്പിക്കുന്ന ഹോമദ്രവ്യമാണി പ്രാണനെന്നറിഞ്ഞ് പ്രാണായതനത്തെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് സയൻസിൽ നിന്ന് വേറിട്ട് ഭാരതീയ വിജ്ഞാനം തത്വചിന്താപരമാകുന്നത്. മോർ ഫിലോസഫിക്കൽ ദാൻ ഫിസിയോളജിക്കൽ. എന്ന് പറയുമ്പോൾ അനാട്ടമിയേക്കാൾ എത്രയോ ഉയരെയാണ്. ഭാരതീയ ശാസ്ത്രശാഖകൾ അനാട്ടമിക്ക് കാര്യമായി പ്രാധാന്യമേ കൊടുത്തില്ല. ശരീര വ്യവച്ഛേദ ശാസ്ത്രത്തിന് ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരമാണ്. അതിൻ്റെ ദുഃഖത്തിലാണ് ഇന്ന് ആയുർവേദ വിദ്യാർത്ഥികൾ. അനാട്ടമി വേണ്ട പോലെ പഠിക്കാത്തതുകൊണ്ട് അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. Am I right? അനാട്ടമി പഠിച്ചിട്ടെഴുതുന്നത് കൊണ്ട് എല്ലാം പരാജയമാകുമ്പോൾ ഭാരതീയ വൈജ്ഞാനികർ അനാട്ടമിയെ ഉദാഹരണ മാത്രമായി കാണുകയും ഫിസിയോളജിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഫിസിയോളജിക്കും അപ്പുറമാണ് ഫിലോസഫിക്കൽ. ഈ വ്യതിയാനമൊക്കെ അറിയണം. സ്ഥൂല വിഷയങ്ങളെ തിന്നും സ്ഥൂല വിഷയങ്ങളെ അനുഭവിച്ചും സൂക്ഷ്മമായതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞ് സ്ഥൂലത്തിന് പിന്നാലെ പോകുന്ന മാനവചേതനയ്ക്ക് ശരീര വ്യവച്ഛേദ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയൂ. ശരീര ജീവശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാനാവില്ല. മറ്റേ പേരുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. അനാട്ടമി, ഫിസിയോളജി.
എനിക്ക് അത്ര ബദ്ധ്യമായ പേരുകളല്ല. കാരണം അത് എനിക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ തലച്ചോറിലെ ഒരു തർജ്ജമക്കാരനെ പണിപ്പടിപ്പിത്തേണ്ടി വരും. ഇന്നും എനിക്ക് ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഞാനതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് അയച്ചിട്ട് അതിൻ്റെ മൊഴിമാറ്റം ചെയ്തിട്ട് വേണം എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ. അത്രയും സമയം കൊണ്ട് എൻ്റെ പ്രാണനിൽ ഒരുപാട് മാറ്റം സംഭവിക്കും. അത് മാത്രം അറിയുന്ന ഒരുവനോട് ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ വൈകല്യമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സംവേദനത്തിൻ്റെ ഏറ്റവും നല്ല ഭാഷ മാതൃഭാഷയാണ്. അതിൻ്റെ ലിംഗങ്ങൾ പ്രത്യക്ഷമാകുന്നത് പോലെ ഇതര ഭാഷാ ലിംഗങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷമാകൂല. തർജ്ജമ കഴിഞ്ഞേ പ്രത്യക്ഷം. തർജ്ജമ കഴിഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ അതിൻ്റെ ലിംഗങ്ങൾ ഏകദേശ രൂപങ്ങളാണ്. ശരീര ജീവശാസ്ത്രം, ജൈവശാസ്ത്രം ഓർ ജീവശാസ്ത്രം ഏകദേശാർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, ആ ലിംഗങ്ങൾക്ക് ഏകദേശാർത്ഥത്തിലേ തർജ്ജമകളൊക്കെ നിൽക്കൂ. അതെൻ്റെ പോരായ്മയാണ്, സമ്മതിക്കാൻ ഞാൻ ഒരുക്കുവാണ്. ഭാഷയുടെ പോരായ്മയൊന്നുമല്ല, അതെൻ്റെ പോരായ്മയാണ്. ജീവശാസ്ത്രം ശരീരം സംബന്ധിച്ച് ശരീരത്തിനകത്ത് നടക്കുന്ന പരിണാമഭേദങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഫിസിയോളജിക്കൽ, ഒന്ന് അനാട്ടമിക്കൽ. ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം. അതിനും അപ്പുറത്താണ് ഫിലോസോഫിക്കൽ. ഞാനിപ്പോൾ ഉന്നയിച്ചത് ഫിസിയോളജി വെച്ചുകൊണ്ടുള്ള ഫിലോസഫിക്കലായുള്ള ചിന്തയാണ്. മനസ്സിലായില്ല? അതിനകത്ത് ഞാൻ പ്രാണനെയും അപാനനെയും വ്യാനനെയും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഫിലോസഫിയും ഫിസിയോളജിയും അല്പവും, ഫിസിയോളജി അല്പവും, അതിനകത്ത് ഞാൻ പ്രാണവഹ സ്രോതസ്സുകളെയും അതിലെ നാഡികളെയും അതിലെ ഒഴുകുന്ന രക്തത്തെയും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഫിസിയോളജി വിപുലമായും അല്പം അനാട്ടമിയും. ഇങ്ങനെയാണ് കയറി പോകുന്നത്. ക്ലിയർ? ഞാൻ ശുദ്ധീകരിച്ചെന്നുള്ള പദം ഉപയോഗിച്ചില്ല. ഞാൻ ഉപയോഗിച്ചത് പ്രാണായതനം നിങ്ങളുടെ ഉള്ളിലെത്തിയാൽ നിങ്ങളുടെ മാലിന്യങ്ങൾ എല്ലാം സ്വീകരിച്ച് ഈ പ്രാണനെ, സൂക്ഷ്മ മാലിന്യങ്ങൾ സ്വീകരിച്ച് ഈ പ്രാണനെ നിങ്ങൾ പുറത്തു വിടണം. അത് ശുദ്ധീകരണ പ്രക്രിയ പ്രാണനിൽ നടക്കുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, നിങ്ങൾ പ്രാണനെ സ്വീകരിക്കുമ്പോൾ ഈ ലോകത്ത് അന്തരീക്ഷത്തിലേക്ക് പോയ പ്രാണനിൽ, ചെടികൾ ശുദ്ധീകരിച്ചു വിട്ട പ്രാണനിൽ, ആ ചെടികൾ ശുദ്ധീകരിച്ചാൽ പോലും നമ്മൾ ഉച്ഛ്വസിച്ചതാണ് അത് ശുദ്ധീകരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാർബൺ ഡയോക്സൈഡിനെ വിശ്ലേഷണം ചെയ്ത് അതിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഘടകത്തെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്വതന്ത്രമാക്കി വിടുന്നതാണ് നിങ്ങൾ ശ്വസിക്കുന്നത് എന്നാണ് വൈപ്പ് ഭൂതഭൗതിക പ്രപഞ്ചത്തിൽ. അതിനോടൊപ്പം മറ്റു പലതും കലരുന്നു എന്നുള്ളതിരിക്കട്ടെ, അതിനെയൊക്കെ മാറ്റുക. ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും അതൊക്കെ കലരുന്നു എന്നുള്ളതിരിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച്
ഇപ്പം ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് അതിനൊക്കെ അപ്പുറം സൂക്ഷ്മമായ മാനവ ബുദ്ധിയും മാനവ മനസ്സും അക്രാമികമായി തീരുമ്പോൾ ഉണ്ടാകുന്ന മനോമാലിന്യങ്ങൾ അത്രയും ഉള്ള ഒരു സാധനത്തെയാണ് ഉച്ഛ്വാസത്തിലൂടെ നിങ്ങൾ വിട്ടതെങ്കിൽ. ക്ലിയർ? 1 by 1 ആയിട്ട് പറയാനാണ്. എൻ്റെ മനസ്സിൽ കന്മഷങ്ങൾ മുഴുവൻ ഇരിക്കുന്നു. കളവ്, ചതി, വഞ്ചന ഒക്കെ ഇരിക്കുന്നു. ഇതെല്ലാമായിട്ട് ഞാൻ ശ്വസിച്ച് കയറ്റിയ സാധനം എൻ്റെ പ്രാണവഹ സ്രോതസ്സുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവയൊക്കെ എങ്ങനെയാണോ ജലം പറമ്പുകളെയൊക്കെ നനച്ച് കടന്നു വന്നത് അതുപോലെ നനച്ച് ആ പ്രാണവായു അതിൽ നിന്നുള്ള ഓക്സിജനെ സ്വീകരിച്ചിട്ട് അവിടെ നിന്നുള്ള ഇതെല്ലാം കൂടെ ചേർത്ത് കാർബൺ ഡയോക്സൈഡ് ആക്കി അതിൻ്റെ കൂടെ എൻ്റെ മനോമാലിന്യവും ശരീരത്തിലെ ഇതര മാലിന്യങ്ങളും സൂക്ഷ്മതരങ്ങളാക്കി കലർത്തി പുറത്തേക്ക് വിടുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് വിഭജനമല്ലാതെ ഇതിനകത്തുള്ള എൻ്റെ മനോമാലിന്യങ്ങൾ സസ്യങ്ങൾ സ്വീകരിച്ചു മാറ്റി എന്നെ രക്ഷിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ വലിച്ചു കയറ്റുന്ന ശ്വാസത്തിൽ നിന്ന് ആ മാലിന്യത്തെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം എൻ്റെ സ്വീകരണി സംസ്കൃതമായിരിക്കേണ്ടതല്ലേ? എൻ്റെയും അപരൻ്റെയും എല്ലാം അസംസ്കൃതമായ ചിത്തത്തിൻ്റെ വെളിപാടുകൾ മുഴുവൻ, അറിവുകൾ മുഴുവൻ, രോഗങ്ങൾ മുഴുവൻ, അനുഭവങ്ങൾ മുഴുവൻ, സംജ്ഞാവഹകൾ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന ബാഹ്യപ്രാണനെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തി അവൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് ജീവിക്കാൻ ഒരുങ്ങുന്ന ഞാൻ ഈ സംജ്ഞകളെല്ലാം ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രാണനിൽ നിന്ന് വേണ്ടാത്തവയെ മുഴുവൻ കളഞ്ഞ് വേണ്ടവയെ മാത്രം സ്വീകരിക്കുവാൻ പര്യാപ്തമാകുന്ന വിധം ഒരു പാരമ്പര്യ പ്രതിഷ്ഠിതമായ ജ്ഞാനം, ഒരു പ്രക്രിയ, ഒരു സംസ്കാരം എനിക്കുണ്ടോ? അത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാനും എൻ്റെ തലമുറയും ചിന്തിച്ചിട്ടുണ്ടോ? അതിനനുഗുണമായി നേടുന്നതിനെക്കുറിച്ച് എൻ്റെ ഗവേഷണങ്ങളുണ്ടോ? ഉണ്ടുമുറങ്ങിയും പോകുന്ന എനിക്ക് ആ രംഗത്തെന്തറിയാം? സാഖ്യത്തിലൂടെ, വൈശേഷികത്തിലൂടെ, ദ്രവ്യങ്ങളെ മുഴുവൻ പഠിക്കുന്ന വൈശേഷികത്തിലൂടെ, യോഗശാസ്ത്രത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഞാൻ മിനിമം ധർമായതനമാണ് ഈ ശരീരമെന്നറിഞ്ഞ് ധർമ്മസംഹിതയെ അംഗീകരിക്കുന്നുണ്ടോ? അയ്യോ, ഇതും ഗാഡ്ഗിൽ കമ്മിറ്റിയിലും എന്റെ ചോദ്യം മനസ്സിലായോ? ആ, അതിനെ സ്ഥൂലമായി നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്, ഓക്സിജൻ മാത്രമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അതിനകത്തെ മനോമാലിന്യങ്ങൾ, ഞാൻ ഈ ചോദ്യം എടുത്ത്, അതെ, മനസ്സുകൊണ്ടാണ് ചെയ്യേണ്ടത്, ഒരു സംശയവുമില്ല, അക്കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, അമേരിക്കയിലെ ഒരു മുറിയിൽ താമസിക്കുന്ന ഒരാൾക്ക് HIV കണ്ടുപിടിച്ചു എന്ന് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞ് ഏറെ താമസിയാതെ കേരളത്തിൽ അതേ രോഗം കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കഴിവുകൾ കൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. Am I right? ഇതാണ് എൻ്റെ ചിന്തയുടെ ആധാരം. അതുകൊണ്ട് അതിനാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചു കൊണ്ടുവന്നത്. അത് ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കയറുവാനും അത് പ്രായോഗികമാകുവാനുമാണ് ഞാൻ ഈ വെച്ചുകൊണ്ട് കളിക്കുന്നത്.
ഞാൻ വെച്ചുകൊണ്ട് കളിച്ചില്ലെങ്കിൽ ആഴത്തിൽ ചെല്ലൂല. ഏ 100%. ഞാൻ അതുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന്. എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, എനിക്കറിയുന്ന കാര്യം മിക്കവാറും എൻ്റെ ജീവൻ പോലെ എനിക്ക് ജീവൻ തരുന്ന പ്രാണനിലൊരു ദേവതയും ജീവശക്തിയുമുണ്ട്. ഫോളോ? ഇവിടെയാണ് നിങ്ങൾ പഠിച്ചതും ഞാൻ പഠിക്കുന്നതും തമ്മിലൊരു ചെറിയ ഭേദം ഞാൻ പറയും. നിങ്ങളെ സംബന്ധിച്ച് മനുഷ്യന് ജീവനുണ്ട്, ജന്തുക്കൾക്ക് ജീവനുണ്ട്. ഇപ്പൊ പിന്നെ നിങ്ങൾ ശാസ്ത്രത്തിൽ പഠിച്ചതുകൊണ്ട് സസ്യങ്ങൾക്കും ജീവനുണ്ട്. പഠിക്കുന്നതിന് മുമ്പില്ല. ഇങ്ങനെ പറഞ്ഞാൽ എന്നോട് ദേഷ്യം വരില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സസ്യങ്ങൾക്ക് ജീവനില്ല. ഇനി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ കല്ലിനും മണ്ണിനും ജീവനുണ്ടാവും. ഇപ്പൊ കല്ലിന് ജീവനില്ല. Am I right? ശാസ്ത്രം പഠിച്ചാൽ മാത്രമേ ഇപ്പൊ അതിന് ജീവൻ ഉണ്ടെങ്കിലും ജീവൻ ഉണ്ടാകാവൂ. നിങ്ങൾ പഠിക്കുന്നവരെ ജീവൻ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല? ജെ.സി. ബോസ് കണ്ടെത്തുകയും നിങ്ങൾ പുസ്തകങ്ങളിൽ പഠിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഒരു സസ്യത്തിനും ജീവൻ ഉണ്ടാകാൻ പാടില്ല. അഗ്രി? ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ വലിയ ബഹളം. നേരെ മറിച്ച് ഭൂമിയിൽ നിന്നാണ് സസ്യങ്ങൾ മുളച്ചു വരുന്നത്. ഇത്രയധികം ജീവനെ ഭൂമിപ്പിക്ക് മുളപ്പിക്കുവാൻ, വളരുവാൻ, തന്നിലേക്ക് വലിക്കാൻ കഴിയുമെങ്കിൽ ഭൂമി ജീവന്റെ ഇതുപോലെ ജീവൻ ഇവയ്ക്കെല്ലാം ഉണ്ടെങ്കിൽ ആ ബഹിചര പ്രാണന് ജീവനുണ്ട്. അത് ചലിക്കുന്നുണ്ട്. ജീവന്റെ എല്ലാ ഭാവവും അത് കാണിക്കുന്നുണ്ട്. 1000 ജീവികൾക്ക് ജീവനമായി തീരുന്നുണ്ട്. പ്രാണൻ, ജലം, അന്നം, ഈ 3 ജീവന്റെ മൗലിക വസ്തുക്കളാണ്. അതാണ് ജീവൻ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ഞാൻ, എൻ്റെ ജീവനിൽ അഭിമാനിക്കുന്ന, പ്രാണനിൽ അഭിമാനിക്കാത്ത, മറ്റേ ഭൂമിയിൽ അഭിമാനിക്കാത്ത ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞങ്ങ് വീണാൽ സത്തുപോയെന്ന് നിങ്ങൾ പറയും. മനസ്സിലായില്ല? പിന്നെ എനിക്ക് ജീവനില്ല. അപ്പോൾ എൻ്റെ ജീവൻ താൽക്കാലികവും പ്രാണനിലെ ജീവൻ പ്രവാഹനിത്യവുമാണ്. ഇതാണ് ചാന്തോക്യത്തിൽ വലിയൊരു പഠനം. അന്നം, അന്നത്തിൻ്റെ ശുംഖം ജലം, ജലത്തിൻ്റെ ശുംഖം അഗ്നി, അഗ്നിയുടെ ശുംഖം പ്രാണൻ. അപ്പോൾ ഈ പ്രാണനിലെ ദേവത ഈ ബഹിചര പ്രാണൻ ഒന്നായി കിടക്കുന്നതിൽ നിന്ന് എൻ്റെ നാസാദ്വാരത്തിലൂടെ അതിന് കയറാനുള്ള അഭിവാഞ്ചയും എനിക്കതിനെ ആവശ്യമായി കയറ്റാനുള്ള അഭിവാഞ്ചയും ഒരുമിച്ചിരിക്കുകയാണോ? അതല്ല, അതിനൊരു അഭിവാഞ്ചയുമില്ലാതിരിക്കുകയാണോ? അതിന് അഭിവാഞ്ചയുണ്ടെങ്കിൽ അത് ഞാനും എൻ്റെ പരമ്പരയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിനെ സാധൂകരിക്കാനുള്ള പ്രാണനാണോ വന്ന് കയറുന്നത്? അതല്ല മറ്റൊന്നാണോ? അതിനെ സാധൂകരിക്കണം. അതിനെ സാധൂകരിക്കാനാണ് കയറുന്നതെങ്കിൽ എൻ്റെ പാരമ്പര്യ മാലിന്യങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ സ്മൃതികളും കലവികളും
എൻ്റെ മനസ്സിലാണിരിക്കുന്നത്. എൻ്റെ മനസ്സുകൊണ്ട് തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇത് കഴിഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ ആഹാരങ്ങളാണ്. പാരമ്പര്യനിഷ്ഠവും അനുഭൂതി സന്ദായകവും ആനന്ദപ്രദവും ഉത്കണ്ഠാനിവാരകവും ആയ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ആണ് മനസ്സിൻ്റെ സൂക്ഷ്മാഹാരം. പാരമ്പര്യത്തിനിണങ്ങുന്ന തൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന തൻ്റെ സാരത്തിനിണങ്ങുന്ന കാര്യങ്ങൾ. കൂട്ടുകാർക്ക് വേണ്ടി പോയിരുന്നു, ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ചെയ്ത് ഇഷ്ടമായി. മറ്റുള്ളവർ നിർബന്ധിച്ചതുകൊണ്ടിരുന്നു, തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും താല്പര്യമില്ല, പക്ഷെ ഇല്ലാതെ പറ്റില്ല. ഇതിൽ നിന്നൊന്ന് മോചനം നേടണമെന്നുണ്ട്, പറ്റുകയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതെല്ലാം നിങ്ങളുടെ പ്രകൃതിക്കിണങ്ങുന്നതല്ല. അതെല്ലാം വിദേശ വസ്തുക്കളാണ്. അവയാണ് വിദേശം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്കൻ, ഇംഗ്ലീഷ്, ഇന്ത്യൻ എന്നുള്ളതല്ല. മനസ്സിലായില്ല? വിദേശ വസ്തുക്കൾ, ഫോറിൻ ബോഡീസ്, അവ നിങ്ങളുടെ പ്രാണനിലും പ്രാണവഹ സ്രോതസ്സിലും അവ നിങ്ങളുടെ കോശത്തിലും കോശാന്തരങ്ങളിലും ചേരുമ്പോൾ ആനന്ദത്തിന്, അമൃതിന് പകരം വിഷമുണ്ടാവും. പാരമ്പര്യ വഴിയിൽ ജീവനെടുത്തു വരുമ്പോൾ ഇതുവരെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിഷകലയോടും അമൃതകലയോടും കൂടി വന്നിരിക്കുന്ന ഒരുവൻ വിഷകലയിലേക്ക് സംഭാവന ചെയ്യുന്നുവോ അമൃതകലയിലേക്ക് സംഭാവന ചെയ്യുന്നുവോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ആയുസ്സും ആരോഗ്യവും. നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് വിഷകലയെയാണോ അമൃതകലയെയാണോ? സാൽമ്യമുള്ള സാരഗർഭമായ വസ്തുതകളെ ചേർത്തുവെച്ച് അമൃതകലയെ ഉത്തേജിപ്പിക്കുമ്പോൾ അമൃതത്വവും ആനന്ദവും സുഖവും സന്ദായകമാവുകയും കൈവിഷം വളരാതിരിക്കുകയും ചെയ്യും. ഈ വിദേശ വസ്തുക്കൾ കടന്നു വന്ന് അകത്തുണ്ടാക്കുന്ന വിഷത്തിൻ്റെ നാടൻ പേരാണ് കൈവിഷം, ഓട്ടോടോക്സിൻ. ഓട്ടോടോക്സിൻ. അത് പുറത്തുനിന്നുള്ള ജീവജാലങ്ങളുമായി സഹവസിച്ചു വരാം. അത് ശ്വസിക്കുന്നതിൽ നിന്ന് വരാം. പാമ്പിനെ കൊല്ലുമ്പോൾ പ്രാണനിലൊരു മാറ്റം വരും. മരം മുറിക്കുമ്പോൾ പ്രാണനിലൊരു മാറ്റം വരും. മരം വെട്ടുകാരുടെ പരമ്പരയിൽ വരുന്ന രോഗങ്ങൾ ഒരു ഗവേഷണം എന്ന നിലയിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. എവിടെ പാമ്പിനെ കണ്ടാലും തല്ലിക്കൊന്ന് ശീലിക്കുന്നവരുടെ പാരമ്പര്യത്തിൽ വരുന്ന രോഗങ്ങളെ ഗവേഷണം ചെയ്ത് നോക്കുക.
കാരണം സസ്യങ്ങൾ പ്രാണനിലെ മാലിന്യം മാറ്റുന്നില്ല. കാർബൺ ഡയോക്സൈഡ് വിഭജിച്ച് കാർബണെ സ്വീകരിക്കുകയും ഓക്സിജനെ വിടുകയും ചെയ്യുക മാത്രം ചെയ്യുമ്പോൾ ആ ഓക്സിജനിലടങ്ങിയ പ്രോട്ടീൻ വിഭജിച്ച് മാറ്റുന്നത് പാമ്പാണ്. അതാണ് പാമ്പും മനുഷ്യനുമായുള്ള വലിയ ബന്ധം. അതുകൊണ്ടാണ് 10 ഏക്കറിൽ 1 ഏക്കർ കാടായി സംരക്ഷിച്ച് പാമ്പിനെ വളർത്തിയിരുന്നത്. അതിനകത്ത് വെച്ചാൽ കല്ലല്ല പാമ്പ്. പ്രോട്ടീൻ മാത്രമാണ്. പാമ്പ് ആഞ്ഞ് ശ്വാസമെടുക്കുമ്പോൾ, സീൽക്കാരി എന്ന ശ്വാസമെടുക്കുമ്പോൾ, അതുകൊണ്ടാണ് യോഗ പ്രക്രിയയിൽ നല്ലപോലെ ശ്രദ്ധിച്ചുള്ള സ്ഥലത്തിരുന്ന് നല്ലപോലെ ശ്രദ്ധാപൂർവം മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞ് വലിച്ചെടുക്കുന്ന പ്രോട്ടീൻ ദഹിപ്പിക്കാൻ കഴിവ് നേടിക്കഴിഞ്ഞല്ല സീൽക്കാരിയെങ്കിൽ ആമവാദം നിശ്ചയമാണ്. ശീതളി, സീൽക്കാരി, സദന്ത ഒക്കെ കേട്ടിട്ടുണ്ടാവും. യോഗ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ അവസ്ഥകളിൽ എത്തിയെന്നുറപ്പുവരുത്തിയിട്ട് വലിച്ചില്ലെങ്കിൽ വലി പാലം വലിയായി മാറും. ഉറക്കമുണ്ടാകാതെ വരും, ശ്വാസം കെട്ടും, അകമ്പുറം വേദനിക്കും, സന്ധികൾ വീങ്ങും. അല്ലെങ്കിൽ ഇതൊക്കെ പഴയ ആളുകൾ എല്ലാവർക്കുമായി വാരി വെതറി കൊടുക്കില്ലായിരുന്നോ? അവരിതിന്റെ കച്ചവടം ചെയ്യാത്തത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പാമ്പ് നിങ്ങളെ നോക്കി ചീറ്റുന്നതാണ് ശബ്ദം എന്നാണ്. Am I right? എന്നാൽ ഇനി മുതൽ പാമ്പിനെ കാണുമ്പോൾ മാറിയിരുന്ന് നോക്കുക. നിങ്ങൾ കാണാത്തരത്തിരുന്ന് നോക്കുക. വലിച്ചവനിങ്ങനെ കേട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ വിടർന്നു വരുന്നത് നിങ്ങളുടെ നെഞ്ചു വിടരുന്ന പോലെ. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ആ വലിച്ചങ്ങ് കയറ്റുമ്പോൾ പ്രോട്ടീൻ അവൻ്റെ ഫാങ്ങിലേക്ക് പോകും, ആ വിഷസഞ്ചിയിലേക്ക്. കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വിടുന്ന സാധനം പ്യൂവർ ഓക്സിജനാണ്. ഒരു നാട്ടിൽ എത്രമാത്രം പാമ്പും കാവുകളും പാമ്പുമുണ്ടോ ആ നാട്ടിൽ അത്രത്തോളം ആമവാദം ഉണ്ടാവില്ല. തെക്കൻ കേരളം മുഴുവൻ ആമവാദമായി മാറിയപ്പോൾ വടക്കൻ കേരളം ആമവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നത് കാവുകൾ കാരണമാണ്. തെക്കൻ കേരളം ആമവാദമില്ലാതെ നിന്ന കാലങ്ങളിൽ പാമ്പുമേക്കാടും മണ്ണാർശാലയും സകല സർപ്പക്കാവുകളും സ്വീകരിക്കുകയും അതെല്ലാം പെറുക്കിക്കൊണ്ടുപോവുകയും തൊടുപുഴ ഒരു നമ്പൂതിരി ഓടി നടന്ന് കാവിലെ കല്ല് മുഴുവൻ പെറുക്കി മരം മുറിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞ് ക്ലിയർ ഫെല്ല് ചെയ്ത തെക്കൻ കേരളം ഇന്ന് ആമവാദത്തിൻ്റെ കേദാരമാണ്. ഇനി അവിടെ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. ഒരു കാവൊന്നും 1000 വർഷം കൊണ്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ കാവുകൾ നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിന് ശ്രദ്ധിക്കാം. പക്ഷെ അവിടെയൊക്കെ കാവുകൾ ക്ലിയർ ഫെല്ല് ചെയ്ത് ക്ഷേത്രത്തിൽ നാഗത്താനെ കുടിയിരുത്തി അതിനു ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുവാൻ തെക്കൻ ജില്ലകളിൽ നിന്ന് കുടിയേറിയ അവിടുത്തെ ചില കച്ചവടക്കാർ അമ്പലം കമ്മിറ്റിക്കാരായി വരുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേര് മുട്ടും പ്രദേശങ്ങളും നീര് വീങ്ങി മരിക്കുന്ന ഒരു കാലം വിദൂരമല്ല.
തെക്കുള്ള ക്ഷേത്രങ്ങളെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സുകളാക്കി മാറ്റിക്കഴിഞ്ഞവർ ഇനി കമ്മിറ്റി എവിടെയാകാൻ പറ്റുക എന്ന് വിചാരിച്ച് പുനഃപ്രതിഷ്ഠയ്ക്ക് തന്ത്രിമാരെയും കൂട്ടുപിടിച്ച് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, അതിന് ജ്യോതിഷികളെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും. Am I right? നമുക്ക് ആലോചിക്കാം. ഭാഗ്യമരമൊക്കെ മുറിക്കുക അത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് തെക്കെന്ന് വന്നാൽ ഈ സർപ്പോത്താന്മാരെയൊക്കെ കൊണ്ടുപോകുന്നത് ലോറിയെ കയറ്റിയിട്ട്. ഇവനിതൊക്കെ ലോറിയെ കയറ്റിയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഇവനൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട. ഇത് ചുമ്മാ ഒന്നും ഉണ്ടാക്കി വെച്ചതല്ല പൂർവികർ. നല്ലതാ നല്ലതാ. വേഗത്തിൽ പിള്ളേര് ശ്വാസം മുട്ടും. ഉണ്ട്. കൂടുതൽ വേഗത്തിലായിരിക്കും. പൂജിച്ചാലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അന്ധന്മാർ പൂജയൊക്കെ എടുത്തു കളഞ്ഞാൽ നിലനിൽക്കുകയില്ല. ഈ ശാസ്ത്രം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് അവർ വിവരമില്ലാത്തവന്മാരോട് ആരാധനയും പൂജയും പറഞ്ഞു കൊടുക്കുകയും, കാരണം നിന്റെ പ്രാണനിധി എന്നാണ്, ആ പ്രാണനെ നീ പൂജിക്കണം, ആ ദേവതയെ പൂജിക്കണം എന്ന് അവനോട് പൂജിക്കാൻ പറഞ്ഞു കൊടുക്കുകയും വിവരമുള്ളവനെ അറിവ് സൂക്ഷിക്കുകയും ചെയ്തത്. വിവരമില്ലാത്തവന്മാർ വിവരം കൊണ്ടൊരിക്കലും നന്നാകുകയില്ല. ഇത്രയേ ഉള്ളൂ, ഇതാരില്ല. ആമവാദം വന്നാൽ അടുത്ത ആശുപത്രിയുണ്ട്, അങ്ങ് വെട്ടുക തന്നെ. മനസ്സിലായില്ല? മറ്റതാകുമ്പോൾ അദൃഷ്ടമായൊരു പേടി കാരണം നിലനിൽക്കും. എന്നാലല്ലേ വരുമാനം അവിടെ തന്നെ ചെയ്തു. വലിയ രക്ഷയാണ്. അതുണ്ടാകുകയും ചെയ്യും. പ്രകൃതി നിങ്ങൾ എത്ര കൊന്നാലും തൻ്റെ കട്ടിലിൻ്റെ അടി വരെ കാണും, യാതൊരു സംശയവും. ഉണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ കൊന്നാലും കുറേ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രാണൻ ആ വഴിക്കാണ് കുറേ രക്ഷപ്പെടുന്നത്. എൻ്റെ ചോദ്യം അതിനും അപ്പുറമാണ്. നിങ്ങളത് ശ്വസിച്ചു കഴിഞ്ഞ് നിങ്ങളതിനെ സ്വീകരിക്കുമ്പോൾ, ഇതില്ലാത്തപ്പോൾ ഈ പ്രോട്ടീൻ, സി പ്രോട്ടീൻ, ഡി പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഒട്ടേറെ രോഗങ്ങളുണ്ട്. അതിൽ പണ്ടില്ലാത്തൊരു വലിയ സാധനം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ വഴിക്കുള്ളത്, ഈ പ്രോട്ടീൻ്റെ വഴിക്കുള്ള തകരാറ് കാരണം ഇമ്മ്യൂണിറ്റി ഡിസോർഡറായി, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറായി, മാരകമായ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, മാരകം ANA പോസിറ്റീവ് ആകുന്ന മാരകമായ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഏതവയവത്തെയും എപ്പോൾ വേണമെങ്കിലും ബാധിച്ച് അതിൻ്റെ സവിശേഷമായിരിക്കുന്ന ഭാവതലങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാവുന്നു. ഇവിടെയൊക്കെ അതിനെ കൊല്ലുമ്പോൾ ആ കൊല്ലുന്ന പാരമ്പര്യത്തിലേക്ക്, അതിനെ എടുത്തു മാറ്റുന്ന പാരമ്പര്യത്തിലേക്ക്, സർപ്പം എന്ന് പറയുന്നത് ആ കല്ലല്ല ആവാഹിച്ചു കൊണ്ടുവരാൻ. നിങ്ങളെ കാട് വെട്ടിത്തെളിക്കുമ്പോൾ അനാഥമാകുന്ന നിങ്ങളുടെ പ്രാണനെ ശുദ്ധീകരിച്ചു തന്ന ആ ഓടി നടക്കുന്ന സർപ്പങ്ങളാണ്. അവയെ നിങ്ങൾ എവിടെ ആവാഹിച്ചു കൊണ്ടു? അവയ്ക്ക് നാളെ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവ നിങ്ങളുടെ പറമ്പുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ തല്ലിക്കൊള്ളും. Am I right? ശാപഗ്രസ്തമാകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിലഗതികളിലാവും.
ശക്തമായ സീൽക്കാരിയിലൂടെ ഇത് മുഴുവൻ സ്വച്ഛന്തമാക്കി തരുന്ന പ്രകൃതി. ഇതെല്ലാം ശരീരത്തിലെത്തി ടോക്സിൻസ് ആയിത്തീരുമ്പോൾ കൈവിഷം. പഴയകാലത്ത് അതുകൊണ്ട് അവിടെ ഒരു പൂച്ചയെടുത്ത് മടി വെക്കുമ്പോൾ ഒരമ്മയും പെൺകുട്ടികളെടുത്ത് മടി വെക്കാൻ സമ്മതിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പൂച്ചയെ കൊണ്ട് കളിക്കേണ്ട ആൾക്കാർ. കാരണം പൂച്ചയുമായുള്ള ഇണക്കം, പൂച്ചയ്ക്ക് നാളെ ഇവൾക്ക് കുട്ടിയുണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടാവും. കാരണം കുട്ടിയുണ്ടായാൽ തന്നെ അത്രയും താലോലിക്കില്ല. പൂച്ച അതുകൊണ്ടൊരു വൈറസിനെ അവളുടെ ഗർഭാശയത്തിൻ്റെ വാഹിനികളിലേക്ക് കയറ്റും. ഫലം പുരുഷബീജത്തെ അത് കൊന്നുകളയും. അഥർവവേദം. ആധുനിക ശാസ്ത്രം അതിന് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയും. ടോക്സോപ്ലാസ്മോസിസ്. തെറ്റി എഴുതരുതേ. വളരെ ശക്തമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. വളരെ ഇങ്ങനെ ബാഹ്യങ്ങളായവയും ബാഹ്യമായി കയറിക്കൂടിയവയും ആന്തരികമായി ചിലതിൻ്റെ ചേർച്ച കൊണ്ട്, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ ചേർച്ച കൊണ്ട് ആന്തരികമായുണ്ടായവയും ആകുന്ന ഈ വിഷങ്ങളെ മുഴുവൻ മനസ്സിന് മാത്രമാണ് അതിൻ്റെ ആരംഭദശയിൽ എടുത്തു കളയാൻ കഴിയുന്നത്. ആ മനസ്സ് തന്നെയാണ് ഇതെടുത്തു കളഞ്ഞു വരുന്ന പ്രാണനെ സ്വീകരിക്കുമ്പോൾ ശുദ്ധമാകുന്നത്. ആ മനസ്സിന്റെ സൂക്ഷ്മാംശം, ആ മനസ്സ് ആഹാരത്തിന്റെ സൂക്ഷ്മാംശമാണ് എന്ന് പറയുമ്പോൾ സ്ഥൂലമായി കഴിക്കുന്ന ആഹാരത്തിൻ്റെയും സൂക്ഷ്മാംശം. ആഹാര സൂക്ഷ്മം ജാതി നിമിത്തം, ജാതി ദോഷം, നിമിത്തദോഷം, ആശ്രയദോഷം. എന്തിനോട് ആശ്രയിച്ചിരിക്കുന്ന ആഹാരം കഴിച്ചു? ട്രേഡും കൊമേഴ്സും വന്നപ്പോൾ ആശ്രയദോഷം വളരെ കൂടുതലാണ്. പെട്ടി ഓട്ടോയിലാണ് മാംസം വെട്ടി തുറന്നു വെച്ച് കൊണ്ടുപോകുന്നത്. Am I right? ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്ന മത്തിയും അയലയും എല്ലാം ടാറിട്ട റോഡിൻ്റെ ഒരു സൈഡിൽ വാരിയിട്ടാണ് വിൽക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മാങ്ങ മുഴുവൻ പാകമാകുന്നതിന് മുമ്പ് പറിച്ച് കളറ് കയറ്റി ബോംബെയ്ക്ക് അയക്കുകയും ബോംബെയിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന മാങ്ങ കളറ് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരത്തിനിണങ്ങുമാറ് നമ്മുടെ ദേശത്ത് നമ്മുടെ പ്രകൃതിയിലുണ്ടായ വസ്തുവിനോട് വെറുപ്പുണ്ടാവും. മനസ്സ് താറുമാറായതിൻ്റെ ലക്ഷണമാണ്. ഒരു കിലോ മാമ്പഴം മേടിക്കണം കേട്ടോ. മൂവാണ്ടം മാങ്ങ, സോഫിയ ഒക്കെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്, പെറുക്കി വെച്ചിട്ടുണ്ട്. അത് വേണ്ട, അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. കാർബൈഡ് ഇട്ടത് തന്നെ വേണം, പാകമാകാത്തത് വേണം. പാകമാകാത്ത മാങ്ങയും പാകമാകാത്ത ചക്കയും, മൂത്ത ചക്കയുടെയൊക്കെ കാലം പോയി. അതിൻ്റെ പുഴുക്കൊന്നും തിന്നാൻ പറ്റില്ല. ഇടിഞ്ചക്കയാകുമ്പോൾ 4 കണ്ടെയ്നർ ഡൽഹിക്ക്, ഒരു ചക്കയ്ക്ക് 500 രൂപ. ഇടിഞ്ചക്കയ്ക്ക് മൂത്ത വേണ്ട. Am I right?
അതിൻ്റെ കോശങ്ങൾ പാകമാകാതിരിക്കുമ്പോൾ ഭക്ഷിക്കുന്ന നിങ്ങളുടെ മനസ്സുകൾ വികസിച്ച് പാകമാകാത്ത അവസ്ഥയിലെ കുടുംബജീവിതവും പാകമാകാത്ത അവസ്ഥയിൽ പീഡിപ്പിക്കലുമുണ്ടാകുമോ എന്ന് അന്നത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല. നോറസ് സാധ്യതയുണ്ടോ? കാരണം മനസ്സാണ്. സാധ്യതയുണ്ടോ? രുചി പാകമാകാത്തതിലാകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ മക്കൾ പോലും സുരക്ഷിതരായിരിക്കുമോ? ഇവിടെയാണ് ശാസ്ത്രവും തത്വചിന്തയും തമ്മിൽ എതിരാകുന്നത്. എന്താ നെറ്റിക്ക് കൈവച്ചത്? അല്ലേ? ശരിയല്ലേ? മനസ്സെങ്ങനെയാണ് മാറുന്നത്? ആശ്രയദോഷം ഏറ്റവും കുറഞ്ഞത് വിത്ത് നശിപ്പിക്കാത്ത പഴങ്ങളാണ്. 1 നമ്പർ മാമ്പഴം, ചക്കപ്പഴം, കശുമാമ്പഴം, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ഈന്തപ്പഴം, ഇങ്ങനെയുള്ള പഴങ്ങൾ. അതും അവ വനത്തിൽ വളരുന്നവ ഏറ്റവും ശ്രേഷ്ഠം. ആരും വെള്ളമൊഴിച്ചില്ല, ആരും അധ്വാനിച്ചില്ല, ആരുടെയും മനസ്സ് വെള്ളം വഴിയും മറ്റുള്ളത് വഴിയും കടന്നുചെന്നില്ല. അത് പറിച്ചു, അതിൻ്റെ ഫലഭാഗം ഭക്ഷിച്ചു, വിത്ത് നശിപ്പിച്ചില്ല, ഒരു ഹിംസയുമില്ല. ഇതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ ഇങ്ങനെ ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഇങ്ങനെ ജീവിക്കുന്ന കാലങ്ങളിലാണ് മനസ്സ് അത്ഭുതങ്ങൾ കണ്ടെത്തുന്നത്. ജീവിതത്തിനിടയിൽ ഒരു 3 മാസമോ 1 മാസമോ ഒക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ ധൈര്യവും സ്ഥൈര്യവും മനസ്സിൻ്റെ സ്മൃതികളും മനസ്സ് ഉണ്ടാക്കുന്ന അറിവുകളും അന്യൂനങ്ങളാണ്. പക്ഷെ ഇതാരും അറിയരുത്. ചെല്ലുന്നിടത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം തരണമെന്നൊന്നും പറയരുത്. അപ്പോൾ ആശ്രയദോഷം കൂടുതൽ വരും. കാരണം ഈ മാമ്പഴവും പുളിക്കൊണ്ട് ഒരു മാമ്പഴേ തിന്നുള്ളൂ. മനുഷ്യനെ നേരെ ഇല്ലാത്തപ്പോൾ കഞ്ഞിയും ചോറും കൊടുത്താൽ കഴിക്കുകയില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പോട്ടെ, ഞാനങ്ങ് ക്ഷമിച്ചേക്കാം. മഹാനല്ലേ വന്നിരിക്കുന്ന വലിയ ഇത്തരക്കാരെയൊന്നും വീട്ടിൽ വിളിച്ചോണ്ട് വരരുത്. ചോറും കറിയും വെച്ച് കാത്തിരുന്ന് എല്ലാം ആയപ്പോൾ വന്നപ്പോൾ ഇതൊന്നും കഴിക്കില്ല. ഇതെവിടെ നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്? എന്ന് ചോദിക്കും. അത് കൂടുതൽ കലരും. അതുകൊണ്ട് ഒരാളും അറിയാതെ ചെല്ലുന്നിടത്തുനിന്ന് കഴിച്ചതാണ്, ഭക്ഷണമൊക്കെ കഴിച്ചതാണ്. ഭക്ഷണം കഴിച്ചാലും കുറച്ച് മാമ്പഴം എടുക്കട്ടെ, സന്തോഷത്തോടെ. അപ്പം അതങ്ങ് മേടിച്ച് കഴിക്കുക. കഴിച്ചായിരുന്നു ഞാൻ. വഴിക്കുന്ന് പഴങ്ങൾ കഴിച്ചു, വന്നപ്പോൾ പഴം വീണ്ടും കിട്ടി, വീണ്ടും കഴിച്ചു. എത്രയും കഴിക്കാൻ കുഴപ്പമില്ല. അതല്ലാതെ നിഷ്ഠയാണെന്ന് നാട്ടുകാരെയൊക്കെ പെരുമ്പറകൂട്ടി അറിയിച്ചിട്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ആശ്രയദോഷം ഇല്ലാത്ത ഭക്ഷണം കഴിക്കണം. പരമാവധി ആശ്രയദോഷമില്ലാത്തത് അമ്മ തരുന്നതാണ്, പാചകം ചെയ്ത ഭക്ഷണം. ഭാര്യ തരുമ്പോൾ ആശ്രയദോഷമില്ലാതിരിക്കാൻ അവൾ ശാരീരികമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി ഒക്കെ സുരക്ഷയും ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചവളും
തന്നാൽ തൃപ്തയായവളും ആണെങ്കിൽ മാത്രമേ ആ ഭക്ഷണം ആശ്രയദോഷമില്ലാത്തതാവും. ഏതാ അമ്മ അമ്മ അമ്മയുണ്ടോ ഇല്ലയോ എന്നല്ല, അമ്മയുണ്ടെങ്കിൽ ഭാര്യയും ഉണ്ടെങ്കിൽ അമ്മയോട് മേടിച്ച് കഴിച്ചാൽ ആശ്രയദോഷം അവിടെ കുറയുമെങ്കിലും അപ്പുറത്ത് വരുന്ന കോപം ഭയാനകമായിരിക്കും. അമ്മയെ കല്യാണം കഴിച്ചങ്ങ് താമസിച്ചാൽ പോരായിരുന്നു ഇവിടെ ഒന്ന് ചോദിക്കും. എന്നോട് ചോദിക്കുകയല്ല, നിങ്ങളോട് ചോദിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ആദ്യം ഭാര്യയുടെ തൃപ്തിയെക്കുറിച്ച് അറിയണം. അത് അമ്മമാർക്കറിയാം. അമ്മ ചായ അതുവരെ എടുത്ത് തന്നെങ്കിൽ അമ്മ വളരെ മിടുക്കിയായിരിക്കും. ചായയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇവളെ വിളിച്ചിട്ട് പറയും, ചായ കൊണ്ടുകൊടുക്കണം. അമ്മ നീ കൊടുക്കാം, കൊണ്ടുകൊടുക്കുക നീ ചായ. ഇനിയുള്ളതൊക്കെ നീ നോക്കേണ്ടതാണ്. നീ വേണമെങ്കിൽ നിന്റെ ഭർത്താവിന് കൊടുത്തോണം, കാര്യമൊക്കെ ചെയ്യണം, ഞാൻ സഹായിക്കാം. അവൾക്ക് മനസമാനമാവും, ഒരു വേലക്കാരിയെ കിട്ടിയെന്നുള്ള സന്തോഷമാവും. അമ്മ ആ വേലക്കാരിയായിരുന്നു കൊണ്ട് പതുക്കെ പതുക്കെ ചൊറിഞ്ഞ് ഇവളെ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തൊലി മാറ്റി ഈ സംസ്കാരത്തിന് ചേർന്ന തൊലിയാക്കി എടുക്കുകയും ചെയ്യും. അതറിയാത്ത, തൊലിപ്പുറത്ത് കളിയറിയാത്ത വല്ല തള്ളമാരുടെയും മകനെ കല്യാണം കഴിച്ചെങ്കിൽ 3 പേരുടെയും ജീവിതാസ്തമിച്ചു. ഇതിന് ആക്ടിവിസം കൊണ്ടൊന്നും പരിപാടിയോടുമില്ല. ഇതിനൊക്കെ മനസ്സ്. അവിടെയാണ് ആശ്രയദോഷത്തിൻ്റെ മാറ്റം വരുന്നത്. അത് കഴിക്കാൻ പോകുമ്പോൾ അവൾ ഒരു സാരി വേണമെന്നേ പറഞ്ഞുള്ളൂ. 3 ദിവസമായി കൊണ്ടുവന്നില്ല. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കാലൊടിയാനുള്ളതാണ്. ഇത് കഴിഞ്ഞ് കാലൊടിയുമ്പോഴോ സാരി അന്നേരത്തേക്ക് എത്തിയിട്ടുണ്ടാവും. സാരി എത്തിക്കഴിഞ്ഞതിൻ്റെ സുഖത്തിൽ ഇപ്പം കിടന്ന് നെഞ്ചത്തലച്ച് നിലവിളിക്കും, എവിടെ കാലൊടിഞ്ഞതിന്. എന്നിട്ട് പറയും, ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നേ ചെയ്തുള്ളൂ, ആശ്രയദോഷമുള്ള അന്നം കൊടുത്തു. ഇതാണ് മനസ്സ്. ആശ്രയദോഷത്തെ കളയണം. ജാതിദോഷം, കഴിക്കുന്ന വസ്തുവിൻ്റെ ഗുണദോഷ വിചിന്തനമറിയണം. വീര്യം, വിഭാഗം, പ്രഭാവം, രസം. രസമുള്ളത് ഔഷധം, രസമുള്ളത് ആഹാരം, വീര്യമുള്ളത് ഔഷധം. നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ഇതറിയണം. ശീതവീര്യമുള്ളതാണ്. കുട്ടി വന്നിരുന്നു, ഇരിക്കുന്ന സ്ഥലത്തിന് ചൂട്, ഗംഭീരമായ ചൂട്. അടുക്ക വരുമ്പോൾ ചൂട്, തെർമോമീറ്ററിലല്ല, കൂടെ കിടന്നാൽ വല്ലാത്ത ചൂടനുഭവിക്കുന്നു. അമ്മയ്ക്കറിയാം ഇവന് കൊടുക്കുമ്പോൾ ശീതവീര്യമുള്ളത് വേണം. മത്സ്യം ശീതവീര്യമാണ്, പാല് ശീതവീര്യമാണ്, മാമ്പഴം ശീതവീര്യമാണ്, പച്ചമാങ്ങ ഉഷ്ണവീര്യമാണ്. അപ്പം അമ്മയ്ക്കിതറിയാം. ഉപ്പുമാങ്ങ കൊടുക്കില്ല, മാങ്ങാക്കറി കൊടുക്കില്ല, മുളക് ഉഷ്ണവീര്യമാണ്. അപ്പം ഇതറിഞ്ഞു കൊടുക്കും. അതാണ് അതിൻ്റെ ജാതിദോഷം. അല്ലാതെ നായർ, തീയൻ, നമ്പിയാർ ആ ജാതിയല്ല. അത് ജാതിദോഷം. നിമിത്തം അന്നമാണ്. പഴയ ആളുകൾ ഒരു അന്നം എടുക്കുമ്പോൾ അതിനുള്ള തവി വേറൊന്നിലിടുകയില്ല, ഇട്ടാൽ നിമിത്തമായി. ഒരു എലി വീണാൽ നിമിത്തമായി, ഒരു തലമുടി വീണാൽ നിമിത്തമായി. തലമുടിയൊക്കെ മനോഹരമാണ് ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കുമ്പോൾ. എങ്ങനെയാ തിലകം ചാർത്തി ചീകിയും അഴകായും ഒക്കെ സൂക്ഷിക്കുന്ന ഈ സാധനം. പക്ഷെ ഇത്രയും ഭംഗിയായി ഇരുന്ന് ബ്രഷ് കൊണ്ട് അടിച്ച് കറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ തലമുടി ചോറിക്കിടന്നാൽ ബഹളം ഉണ്ടാവും. മനസ്സിലായില്ല? കാരണം അത് സ്ഥാനം മാറി. സ്ഥാനം മാറിയാൽ നഖം, നരൻ, മുടി
രക്തം, ഇതൊക്കെ അപവിത്രമാണ്. അതുകൊണ്ട് നിമിത്തങ്ങൾ എന്നൊരു ദോഷമുണ്ട്. മനുഷ്യൻ സ്ഥാനം മാറിയിരുന്നു കഴിഞ്ഞാൽ, ഇരിക്കേണ്ടിടത്തിരുന്നില്ലെങ്കിൽ അവൻ്റെ പവിത്രതയൊക്കെ പോവും. ഒരു സ്ഥാനം കൊടുത്തിരുത്തിയാൽ അവിടെ ഇരിക്കണം. മനസ്സിലായില്ലേ? ആ സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ടത് ചെയ്താൽ ജനം ബഹുമാനിക്കും. സ്ഥാനം വെടിഞ്ഞിറങ്ങിയാൽ ജനം ബഹുമാനിക്കില്ല. നരൻ സ്ഥാനമുള്ളവനാണ്. ഓരോ സ്ഥാനമുണ്ട്. ആ, അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നിമിത്ത ദോഷം, അന്നത്തിൽ വേറൊന്ന് കലരുക, ഇത്രയുമാണ് ദോഷങ്ങൾ. ഈ ദോഷങ്ങളെല്ലാം തീർന്ന് പവിത്രമായ ആഹാരം, പവിത്രമായ സങ്കല്പമുള്ള മനസ്സോടുകൂടി പവിത്രമായ പ്രാണൻ, ഇങ്ങനെയുള്ളൊരു തലം വരുമ്പോൾ മനസ്സ് അതിൻ്റെ പ്രവാഹ നിത്യതയിൽ കൂടുതൽ കൂടുതൽ നന്നാവുകയും മനസ്സുകൊണ്ട് തന്നെ നന്നാകുന്ന മനസ്സ് ആത്മബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ആനന്ദം സ്വഭാവമാവുകയും ചെയ്യും. ഇതാണ് പ്രക്രിയ. നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മാനവചേതനയെ മുഴുവൻ ഏകമായ മനസ്സും അതിൻ്റെ ഭാവതലങ്ങളുമുള്ള മനുഷ്യൻ അവനിലെ ഈശ്വരീയമായ ശക്തി കൊണ്ട് സകല ചരാചരങ്ങളിലും ഏകമായിരിക്കുന്ന ഈശ്വരീയ ശക്തി കൊണ്ട് സകല ചരാചരങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ സഹഭാവത്തോടും പ്രേമത്തോടും കൂടി ജീവിക്കുവാനും സഹകരിക്കുവാനും എല്ലാ കലികൽമഷങ്ങളും പോകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിത്യേന നിങ്ങൾ ആരാധിക്കുന്ന അന്തര്യാമിയായ കൃഷ്ണൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. ഇരിക്കണേ, അവർക്ക് വല്ലതും പറയാനുണ്ടാവും. അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ അന്നശാലയിലേക്ക് പോകേണ്ടത്. ഇത് കഴിച്ചു. ഒരു 5 നിമിഷം കൂടി ക്ഷമയോടുകൂടി ഇരുന്ന് മറ്റു പരിപാടികളിലേക്ക് കിടക്കണം. പരമാനന്ദ സംഭവിക്കുക